ഹലോ, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഈസ് ദി ലാസ്റ്റ് ഡേ ഓഫ് 2025. എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മോസ്റ്റ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PV's പവലിയൻ. ഇന്ത്യ അഗൻസ്റ്റ് ശ്രീലങ്ക വിമൻസ് ക്രിക്കറ്റിലെ ലാസ്റ്റ് T20 മാച്ച് നടന്നിരിക്കുകയാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. ശ്രീലങ്ക അത്യാവശ്യം നന്നായിട്ട് പൊരുതി ഒരു ബിലോ 200 റൺസിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്ന ഒരു മാച്ചായിരുന്നു ട്രിവാൻഡ്രത്ത് ലാസ്റ്റ്, അതായത് 5ാമത്തെ T20 മാച്ചിൽ നടന്നത്. അതായത് ശ്രീലങ്ക ടോസ് ജയിച്ച് ഇന്ത്യയെ ബാറ്റിങ്ങിന് വിടുകയാണ് ഉണ്ടായത്. ഇന്ത്യയുടെ ഓപ്പണേഴ്സിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്മൃതി മന്ദാന റെസ്റ്റിലായിരുന്നു, രേണുക റെസ്റ്റിലായിരുന്നു. സ്മൃതി മന്ദാനയുടെ സ്ഥാനത്തേക്ക് ഗുണലാൽ കമാലിനി എന്ന ഒരു യുവതിയെ ഉൾപ്പെടുത്തി അവളുടെ ഡെബ്യൂ മാച്ചായിരുന്നു. So all the congratulations, best of luck for Kamalani. Another change was Renuka Thakur was also rested and Sneha Rana took her place. So opponents ഒന്നും തിളങ്ങാത്ത ഒരു മാച്ചിൽ ക്യാപ്റ്റൻ സൂപ്പറായിട്ട് കളിച്ചു. ക്യാപ്റ്റൻ സ്നോക്ക് കളിച്ചു. അവർ ഗ്രേറ്റ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 68 റൺസ് എടുത്തിട്ടാണ് ഔട്ടായത്. പിന്നെ അമൻജോത് കൗർ 21 റൺസ്. അരുന്ധതി റെഡ്ഡി ദി ഓൾറൗണ്ടർ. അരുന്ധതി റെഡ്ഡി നന്നായിട്ട് ബോൾ ചെയ്യുന്ന ആളാണ്. ഒരു 27 റൺസ് എടുത്തു. അപ്പോൾ ശ്രീലങ്ക ഒരു 175 റൺസിൽ ഇന്ത്യയെ പിടിച്ചു കെട്ടി എന്ന് പറയാം. 175 for 7 എന്ന നിലയിലാണ് ഇന്ത്യ 20 ഓവേഴ്സ് തീർന്നപ്പോഴത്തേക്ക് ഇന്ത്യ ഉണ്ടാക്കിയ സ്കോർ. സോ അവരുടെ ബൗളേഴ്സ് കവിഷ ദിലാരി, രശ്മിക സേവന്തി, ചമരി അട്ടപ്പട്ടു ദി ക്യാപ്റ്റൻ, ഈ 3 പേർക്കും 2 വിക്കറ്റ് വീതം ലഭിച്ചിരിക്കുകയാണ്. ഒരു ആവറേജ് പെർഫോമൻസ് എന്നല്ല, എബോ ആവറേജ് തന്നെയാണ്. എന്നാലും ഇന്ത്യയിൽ നിന്നൊരു 200 റൺസിൽ കുറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ശ്രീലങ്ക നന്നായിട്ട് ഫീൽഡ് ചെയ്തു, നന്നായിട്ട് ബൗൾ ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓപ്പണേഴ്സ് തിളങ്ങാത്തത് കാരണമായിരിക്കാം 175 റൺസിൽ ഇന്ത്യ ഒതുങ്ങിപ്പോയത്. സോ ഇതാണ് ഒരു ഫസ്റ്റ് ഇന്നിങ്സ് ബ്രേക്കിന് ശേഷം ശ്രീലങ്ക കളിക്കാൻ ഇറങ്ങിയപ്പോൾ അവർ നല്ല പോസിറ്റീവ് വേയിലാണ് തുടങ്ങിയതെങ്കിലും ക്യാപ്റ്റനെ പെട്ടെന്ന് നഷ്ടമായി. ബട്ട് സ്റ്റിൽ ഹസിനി പരേര ഓപ്പണർ 65 റൺസ് എടുത്തു. ഇമേഷ ദുലാനി 50 റൺസ് എടുത്തു. ഹസിനി പരേര 65 ആൻഡ് ഇമേഷ ദുലാനി 50 റൺസ്. ഈ 2 കൂട്ടുകെട്ടുകളെ ഉണ്ടായുള്ളൂ അവർക്ക് കാര്യമായിട്ട്. അങ്ങനെ അവർ ഒരു 15 റൺസിന് ഇന്ത്യയോട് എഗെയിൻ തോറ്റു. അങ്ങനെ ഓൾ ദി 5 മാച്ചസ് ക്ലിനിക്കലി വൺ ബൈ ഇന്ത്യ. ഫസ്റ്റ് ബാറ്റ് ചെയ്താലും സെക്കൻഡ് ബാറ്റ് ചെയ്താലും എല്ലാം ഇന്ത്യ ജയിക്കുന്നൊരു വിശേഷമാണ് നമ്മൾ കണ്ടത്. ഗ്രേറ്റ് പെർഫോമൻസ് ഇൻ ഓൾ മീൻസ് ബൈ ഇന്ത്യൻ വിമൻസ്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാജുലേഷൻ ഫോർ ദി ടീം ഇന്ത്യ വിമൻസ്. സോ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് ഹർമൻപ്രീത് കൗർ ഫോർ ദി നോക്ക് ഓഫ് 68. ക്യാപ്റ്റൻ സ്നോക്കിന് പ്ലെയർ ഓഫ് ദി മാച്ച് കിട്ടി. ആൻഡ് പ്ലെയർ ഓഫ് ദി സീരീസ് ഒബ്വിയസ്ലി ഷഫാലി വർമ്മ, ഇന്ത്യൻ ഓപ്പണർ. 241 റൺസാണ് ഷഫാലി എടുത്തത്. അപ്പോൾ ഒരു വളരെ ക്ലിനിക്കലി ഫിനിഷ് ചെയ്ത ഒരു ഗെയിമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. 5 മാച്ചുകളിലും വളരെയധികം നല്ല ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ടീം പൊരുതിയത്. 2025 കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫിഗേഴ്സ് നമുക്ക് നോക്കാം.
മോസ്റ്റ് റൺസ് ഇൻ വിമൻസ് വൺ ഡേ ഇൻ്റർനാഷണൽസ്. ഏകദിന ക്രിക്കറ്റിൽ വിമൻസിൻ്റെ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിരിക്കുന്നത് സ്മൃതി മന്ദാന 1362 റൺസ് 23 ഇന്നിങ്സിൽ എന്നിട്ട് 1362 റൺസ്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ വോൾവർട്ട് 1174 റൺസ് 21 ഇന്നിങ്സ് എന്നാണ്. മൂന്നാം സ്ഥാനത്തും ഇന്ത്യക്കാരി തന്നെയാണ്. നമ്മുടെ അനദർ ഓപ്പണർ, വേൾഡ് കപ്പിൽ ലാസ്റ്റ് സെമിഫൈനലായ കളിക്കുമ്പോൾ ഇഞ്ചുറായിട്ട് പുറത്തുപോയ പ്രതീക റാവൽ 976 റൺസ്. അപ്പോൾ ODIയിൽ ഫസ്റ്റും തേർഡും ഇന്ത്യൻ വിമൻ ആണ്. നല്ല ഒരു നമുക്ക് നല്ലൊരു പ്രൗഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ബൗളിംഗ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ വിമൻസ് ODI 2025 ഓസ്ട്രേലിയയുടെ അലാന കിങ് ആണ് ബെസ്റ്റ് ബൗളിംഗ് പെർഫോമൻസ് ഉള്ളത്. 7 for 18 ബെസ്റ്റ് ബൗളിംഗ് പെർഫോമൻസ്. സെക്കൻഡിൽ വന്നിട്ട് പാകിസ്ഥാൻ എവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്യുന്നത് ഇതായിട്ടാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പാകിസ്ഥാൻ്റെ നഷ്ര സന്ധു എന്നുള്ള പ്ലെയർ 6 for 26 എന്ന ബെസ്റ്റ് ഫിഗറാണ് സെക്കൻഡ് സ്ഥാനത്ത്. തേർഡ് പ്ലേസ് ഇന്ത്യയുടെ ക്രാന്തികോഡ് 6 for 52 തേർഡ് പ്ലേസ്. വെരി ഗുഡ്. 2020 വന്നിട്ട് മോസ്റ്റ് വിക്കറ്റ്സ്, ഏറ്റവും കൂടുതൽ 2020 വിക്കറ്റ്സ് നേടിയത് നമുക്കെല്ലാവർക്കും അറിയാം. 152 വിക്കറ്റ്സുമായിട്ട് ദീപ്തി ശർമ്മയാണ്. എന്നാൽ ODIയിൽ 2025 ODI മാത്രം നോക്കുകയാണെങ്കിൽ മോസ്റ്റ് വിക്കറ്റ്സ് ദീപ്തി ശർമ്മ അഗൈൻ 39 വിക്കറ്റ്സ് ഫ്രം 23 ഇന്നിങ്സ്. സെക്കൻഡ് വന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ നോൺ കുക്കുലേക്കോ എംബാല എന്ന് വിളിക്കാം നമുക്ക്. എംബാല 35 വിക്കറ്റ്സ് 19 ഇന്നിങ്സ്. ഇവരുടെയൊക്കെ പേര് ഫുൾ പറയുകയാണെങ്കിൽ നാവൊളുക്കി പോകും. തേർഡ് വന്നിരിക്കുന്നത് സോഫി എക്ലസ്റ്റൺ, ഇംഗ്ലണ്ടിൻ്റെ 28 വിക്കറ്റ്സ് ഫ്രം 13 ഇന്നിങ്സ്. ഫോർത്ത് വന്നിരിക്കുന്നത് സ്നേഹറാണ്, ഇന്ത്യയുടെ 28 വിക്കറ്റ്സ് ഫ്രം 17 ഇന്നിങ്സ്. ഫിഫ്ത്ത് പ്ലേസ് വന്നിരിക്കുന്നത് അലാന കിങ്, ഓസ്ട്രേലിയയുടെ അലാന കിങ് 25 വിക്കറ്റ്സ് ഫ്രം 13 ഇന്നിങ്സ്. അപ്പോൾ ഇതൊക്കെ ചെറിയ ഫിഗർ പറഞ്ഞെന്ന് മാത്രം. ഗുണല്ലാനൻ കമാലിനിയുടെ ഡെബ്യൂ മാച്ചായിരുന്നു. കൂടുതൽ ഒരു 12 റണ്ണെടുത്ത് അവൾ ഔട്ടായി. നല്ല ഒരു പ്രോമിസിങ് ബാറ്റായിട്ട് എനിക്ക് തോന്നി കണ്ടിട്ട്. ഒരു കളിയിലൊന്നും വെച്ചിട്ട് നമുക്കൊരാളെ അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഫ്രം എ സിംഗിൾ മാച്ച്. But I think she has the potential to be a very good opener for India. So 2025 ലാസ്റ്റ് മാച്ച് വന്നിട്ട് ഇന്ത്യ വളരെ ക്ലിനിക്കലി ഫിനിഷ് ചെയ്ത് വിജയിച്ചിരിക്കുകയാണ്. ഒരു വിന്നിങ് നോട്ടോടുകൂടി ന്യൂ ഇയർ ആഘോഷിക്കാം അവർക്ക്. ഓക്കെ, ഇന്ന് കൂടുതൽ പറയുന്നില്ല. എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി ന്യൂ ഇയർ. Wish all of you a very, very prosperous years ahead. Okay. Bye-bye. Thank you.